നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം അങ്ങ് CPM ഏറ്റെടുത്തതിനാൽ SFIOയുടെ അന്വേഷണം പാർട്ടിക്കും നിർണായകം തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ CPIM പിന്തുണച്ചില്ല എന്നത് തന്നെ. അത് വ്യക്തിപരമെന്ന് പറഞ്ഞ് കയ്യങ്ങൊഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം CPM അങ്ങ് ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ല എന്ന സൂചന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയിരുന്നു. അതിനിടയിലും CPIMന്റെ ഒരു വിഭാഗം തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തു വന്ന ഘട്ടത്തിൽ CPIM പറഞ്ഞത്. വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് തന്നെ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ CPIM രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു. കർണാടക ഹൈക്കോടതിയുടെ ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അസ്വാഭാവികത തെളിയുകയും ചെയ്തു. ഇതോടെ ഇനി CPIM വീണയെ പരസ്യമായി പിന്തുണയ്ക്കില്ല എന്നതാണ് ഉറപ്പ്. ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അത് അവരുടെ കമ്പനിക്കാരും അത് ചെയ്തോളും, പാർട്ടിയെ തകർക്കുവാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും നേരത്തെ പറഞ്ഞതാണ്. പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വിലപ്പോകില്ല എന്നൊക്കെയാണ് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഗോവിന്ദനെ വ്യക്തമാക്കലിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, CPIM എന്ന പാർട്ടി മുഖ്യമന്ത്രിയെയും മകളെയും കൈയൊഴുകയാണ്. സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും CPIM വെച്ച് പൊറപ്പിക്കില്ല എന്ന് കൂടി ഗ്യാരണ്ടി എന്നും ഗോവിന്ദന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഈ പ്രസ്താവനകൾ പിണറായിയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കുവാനാണ് പിണറായിയുടെ തീരുമാനവും. വരും ദിവസങ്ങളിൽ SFIO അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. നോട്ടീസ് നൽകി വീണ വിജയനെ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുവാനും സാധ്യതയുണ്ട്. വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണയും തയ്യാറായേക്കും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുവാനും നീക്കമുണ്ട്. ഇതിനെല്ലാം മുൻപ് തന്നെ SFIO നടപടികൾ തുടങ്ങും. വീണയുടെ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് AKG സെന്ററാണ്. അതുകൊണ്ട് തന്നെ AKG സെന്ററും SFIO പരിശോധനയ്ക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. ഒരു പാർട്ടി ഓഫീസിൽ ആരെയും കയറ്റില്ല എന്നാണ് CPIM നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണയെ CPIM സെക്രട്ടറി തള്ളി പറഞ്ഞതും. സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് ഇടയാക്കും. സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് മനസ്സിലാക്കിയാണ് MV ഗോവിന്ദൻ നൈസായിട്ട് അങ്ങ് കളം മാറ്റി ചവിട്ടിയത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു. വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്നും സംശയം പ്രകടിപ്പിച്ച ROCയും റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ CPIM അതിൽ ചാടിപ്പിടിച്ചിട്ടില്ല. വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ അങ്ങ് ഒതുങ്ങി നിന്നു. ഇതിന് പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കുവാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗിന് 25 ലക്ഷം രൂപ നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. ഇതെല്ലാം സർക്കാരിന്റെ വീണ വിജയന് വേണ്ടിയുള്ള താല്പര്യമാണെന്ന വിലയിരുത്തൽ സജീവമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ CPIMും കരുതൽ ഏറ്റെടുക്കാൻ സാധ്യതയാണ്. ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ചായിരുന്നു ഇന്നലെ വിധി പറഞ്ഞത്. ഹർജി തള്ളിയെന്നും ഉത്തരവിന്റെ പകർപ്പ് ശനിയാഴ്ച ലഭ്യമാകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരവും SFIO അന്വേഷണം നടത്താനാവില്ല എന്നായിരുന്നു വീണയുടെ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ല. CMRL 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ മറവിൽ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും SFIO വാദിച്ചു. ഇന്നലത്തെ വിധിയോടെ CPIM പിണറായി എന്ന നേതാവിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ CPIMന്റെ പിന്തുണ വീണയ്ക്കോ പിണറായി വിജയനോ കിട്ടില്ല എന്ന നിലപാടിലാണ് പാർട്ടി അണികൾ. നമുക്കിനി കാണാം പാർട്ടി കൈയൊഴിഞ്ഞ പിണറായി വിജയന്റെയും മകളുടെയും അവസ്ഥ ഇനി എന്താകുമെന്ന്.